മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയാത്തവന്, അവരുടെ ദുഃഖവും ദുരിതങ്ങളും മനസ്സിലാക്കാൻ കഴിയാത്തൊരു ഹൃദയമുള്ളവന് ദൈവത്തെ കാണുവാനും ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ഒരു കവിതയുണ്ടല്ലോ, അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവൻ, അരൂപനീശൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യം. അപ്പം അടുത്തു നിൽക്കുന്നവൻ്റെ വേദന മനസ്സിലാക്കാത്തവന് അകലങ്ങളിരിക്കും ദൈവത്തെ ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല. ഒരിക്കലും ഒരു മനുഷ്യൻ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ചെരുപ്പുകുത്തിയായ അവൻ വളരെ കഷ്ടപ്പെട്ട് ചെരുപ്പ് കുത്തി കിട്ടിയ കാശുകൊണ്ട് അവരത് കൂട്ടി വെച്ച് ഹജ്ജിന് വേണ്ടി പോകാനായിട്ട് അവൻ തയ്യാറെടുക്കുകയാണ്. ദിവസമെടുത്തു, എല്ലാവരോടും അവൻ യാത്ര പറയുകയാണ്. ആ ദിവസം അവിചാരിതമായി തൻ്റെ കൊച്ചുമകൻ കരഞ്ഞുകൊണ്ട് തൻ്റെ അരികിലേക്ക് കടന്നു വരികയാണ്. ആ അപ്പൻ അവനോട് ചോദിച്ചു, മോനെ എന്താ നീ കരയുന്നതെന്ന്. അവൻ പറഞ്ഞു, അടുത്ത വീട്ടിലെ ഉമ്മ അവിടെ ആട്ടിറച്ചി വെച്ചു, ഒരു കഷ്ണം ചോദിച്ചപ്പോൾ എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞു. അവൻ്റെ കണ്ണീര് കണ്ടപ്പോൾ വേദനയോടുകൂടെ ഈ അപ്പൻ ആ കൊച്ചുമോനെയും വിളിച്ചുകൊണ്ട് നേരെ ഉമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഉമ്മ വീട്ടിൻ്റെ ഉമ്മറ തന്നെ നിൽപ്പുണ്ട്. ഉമ്മയോട് പറഞ്ഞു, അവൻ്റെ കരച്ചിൽ മാറ്റാൻ ഒരു കഷ്ണം ഇറച്ചി അവൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ അവന് വലിയ സന്തോഷമാകും, അവൻ്റെ കരച്ചിൽ മാറുമെന്ന്. പക്ഷെ ഉമ്മ കരഞ്ഞുകൊണ്ട് ഇപ്രകാരം അദ്ദേഹത്തോട് പറയുകയാണ്, ആ ഇറച്ചി ഞങ്ങൾക്ക് മാത്രമേ ഭക്ഷിക്കാൻ കഴിയൂ, ഈ കുഞ്ഞിന് കൊടുക്കാൻ പറ്റില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് ഇപ്രകാരമാണ്, ഞങ്ങൾ കുറേ നാളായിട്ട് പട്ടിണിയിലാണ്, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും കാശുമില്ല, ആഹാരവുമില്ല. അതിനാൽ വയലോരത്ത് ചത്തുകിടന്ന ഒരു ആടിനെ എടുത്തുകൊണ്ട് വന്ന് അതിനെ കറിവെച്ചാണ് ഞങ്ങൾ ഈ മക്കൾക്കും ഞങ്ങൾക്കും ഭക്ഷിക്കാൻ വേണ്ടി വച്ചിരിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് ഈ ഇറച്ചി കഷ്ണം താങ്കളുടെ മകന് കൊടുക്കാൻ ഞങ്ങൾ കഴിയില്ല എന്ന് ആ ഉമ്മ പറയുകയാണ്. അത് കേട്ട മാത്രമേ തന്നെ സങ്കടത്തോടുകൂടെ ഈ മനുഷ്യൻ, ചെരുപ്പുത്തിയായി മനുഷ്യൻ വീട്ടിലേക്ക് ഓടുകയാണ്. വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹം താൻ കൂട്ടിവെച്ചിരുന്ന ഹജ്ജിന് വേണ്ടി പോകാൻ വേണ്ടി കൂട്ടിവെച്ചിരുന്ന ആ നാണയത്തുട്ടുകളെല്ലാം പെറുക്കിയെടുത്ത് കൊണ്ടുവന്ന് ഈ ഉമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്, ഇതെല്ലാം സ്വീകരിക്കുക, മക്കൾക്ക് വേണ്ട ആഹാരം കൊടുക്കുക, സന്തോഷത്തോടുകൂടെ ആഹാരം കഴിച്ച് ജീവിക്കുക. ആ ഉമ്മ പറയുകയാണ്, താങ്കളിത് വളരെ കഷ്ടപ്പെട്ട് ചെരുപ്പ് കുത്തി കിട്ടിയ കാശ് കൊണ്ട് ഹജ്ജിന് പോകാൻ വേണ്ടി മാറ്റിവെച്ച ഈ കാശ് എനിക്കെന്തിനാ നൽകുക, എനിക്കിത് വേണ്ട എന്ന് അദ്ദേഹം പറയുകയാണ്, ഹജ്ജിന് പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ദൈവം ഞാൻ ഈ സമ്പത്ത് നിങ്ങൾക്ക് നൽകിയില്ല എങ്കിൽ അതുകൊണ്ട് ഒരു ഹജ്ജിന് പോയി എന്ന് പറഞ്ഞ് ഒരു പ്രയോജനം എനിക്കില്ല. കരുണയോടുകൂടെ വീക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം തീർച്ചയായിട്ടും നമുക്കുള്ളതെല്ലാം നൽകും. അതുകൊണ്ട് ഇത് സ്വീകരിക്കുക. ഹജ്ജിന് പോകുന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഒരുവൻ്റെ വേദന കാണുക, അവൻ്റെ വിശപ്പടക്കുക എന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീർച്ചയായിട്ടും മറ്റെന്ത് വലിയ വലിയ കാര്യങ്ങളെക്കാൾ നേർച്ചയിടുന്നതിനേക്കാളോ അല്ലെങ്കിൽ മറ്റെന്തിനുമൊക്കെ നിങ്ങൾ കൊടുക്കുന്നേക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠമാണ് കരയുന്നവൻ്റെ കണ്ണുനീരൊക്കുക, ഒരു രോഗിക്ക് ഒരു സഹായം ചെയ്ത് കൊടുക്കുക, വിശന്നിരിക്കുന്നവന് അല്പം കൊടുക്കുക. അതല്ലേ തിരുവചനം മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ കർത്താവായ യേശു പറയുന്നു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് സന്ദർശിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു. അപ്പോൾ അവർ ചോദിക്കില്ലേ, കർത്താവേ, എപ്പോഴാണ് അങ്ങ് രോഗിയായി, നഗ്നനായി, വിശക്കുന്നവനായി, ദാഹിക്കുന്നവനായിട്ടൊക്കെ അങ്ങ് എപ്പോഴാണ് അങ്ങേ ഞങ്ങൾ കണ്ടത്? അവിടെ അരുൾ ചെയ്യും, ഈ എളിയ സഹോദരൻ ഒരുവൻ നീ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. വിശക്കുന്നവന് അപ്പം കൊടുക്കുമ്പോഴും ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കുമ്പോഴും നഗ്നനെ ഉടുപ്പിക്കുമ്പോഴും പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന് തന്നെയാണ്. അതുകൊണ്ട് വിശക്കുന്നവന് അപ്പമായിട്ട് മാറുവാൻ കടന്നു വന്ന യേശുവിനെ പോലെ തീർച്ചയായിട്ടും ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കുവാൻ ഈ ഒരു ഗ്ലാസ് വെള്ളം നീ ഈ എളിയ സഹോദരൻ കൊടുക്കുമെങ്കിൽ അതെനിക്ക് തന്നെയാണ് നൽകിയതെന്ന് പറഞ്ഞ ആ ക്രിസ്തുവിൻ്റെ അനന്തമായ സ്നേഹം തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുണ്ട്. അതിനാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ സമൂഹത്തിന് ചെയ്യുക. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.